നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് FC ബാഴ്സലോണ കളിക്കാൻ ഇറങ്ങുന്നു. സെവിയയ്ക്കെതിരെ രാത്രി ഇന്ത്യൻ സമയം 8:45 അവരുടെ കളി. കളിയിൽ ഗാവി തിരിച്ചെത്തും. വെറുതെ പറയുന്നതല്ല, കോച്ച് ഹൻസി ഫ്ലിക്ക് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഗാവി കളിക്കും. സ്റ്റാർട്ട് ചെയ്യുന്നല്ല, കുറച്ച് മിനിറ്റുകളെങ്കിലും അവൻ കളിക്കും. കുറേ നാളുകളായിട്ട് പരിക്കിൻ്റെ പ്രശ്നങ്ങളിൽപ്പെട്ട് ഉലയുന്ന ഗാവി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ബാഴ്സ ആരാധകർക്കൊരു സന്തോഷ വാർത്തയാണ്. അതോടൊപ്പം ഫ്രെങ്കി ഡിയോങ് എന്ന് മടങ്ങിയെത്തുമെന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നുണ്ട്. തുടരെ ഇങ്ങനെ കളികൾ കളിക്കേണ്ടി വരുന്നതിൻ്റെ ബുദ്ധിമുട്ടും അദ്ദേഹം പറയുന്നുണ്ട്. ഹൻസി ഫ്ലിക്ക് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഗാവിയുടെ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അവന് കുറച്ച് മിനിറ്റുകൾ കളിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം കാര്യങ്ങളെ എടുക്കാൻ. അവനൊരു ലോങ് കരിയർ അവൻ്റെ മുന്നിലുള്ളതാണ്. സോ അവനെ നമ്മൾ പ്രോപ്പർലി വേണം മാനേജ് ചെയ്യാൻ എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. ഫ്രെങ്കിയുടെ കാര്യത്തിൽ പറഞ്ഞത്, വി ഹോപ്പ് ഫ്രെങ്കി ഈസ് റിട്ടേൺ ആഫ്റ്റർ ദി ബ്രേക്ക്. ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം ഫ്രെങ്കി മടങ്ങിയെത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാം നല്ല രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം അവൻ മടങ്ങിയെത്തും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് എന്ന് ഹൻസി ഫ്ലിക്ക് പറയുമ്പോൾ, ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഫ്രെങ്കി കളിക്കാനുള്ള സാധ്യതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഡച്ച് ടീമിന് തിരിച്ചടിയാണ്. പിന്നെ താരങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നു, ഞങ്ങൾ അത്ലറ്റിക്കോക്കെതിരെയുള്ള പരാജയത്തിൽ നിന്ന് പഠിച്ചത് 4 മത്സരങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ 11 ദിവസത്തിനിടയ്ക്ക് കളിക്കുന്നുണ്ട്. എന്നാൽ അതിന് അനുസരിച്ച് ടീമിൽ ചേഞ്ചസ് വരുത്താനുള്ള ഓപ്ഷൻസ് വളരെ ലിമിറ്റഡുമാണ്. പ്ലസ് കുറച്ച് പ്ലെയേഴ്സ് പരിക്കിൽ നിന്നും മടങ്ങിയെത്തിയിട്ടുള്ളവരാണ്. സോ കുറച്ചുകൂടി സമയം നമുക്ക് വേണ്ടി വരും. മാർക്ക് ബെർണാൽ, പെഡ്രി, റാഫീഞ്ഞ, റാഷ്ഫോർഡ് ഇവരെല്ലാം പരിക്കിൽ നിന്നും മടങ്ങിയെത്തുന്ന വഴിയാണ്. അപ്പോൾ ടീമിൻ്റെ ആറ്റിറ്റ്യൂഡ് വളരെ നല്ലതാണ്. അപ്പോൾ റീസെൻ്റ് മാച്ചസിൽ അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. എന്നാലും നമ്മൾ നന്നായിട്ട് പൊരുതിയിട്ടുണ്ട്. വളരെ ഇൻറ്റൻസ് ഗെയിംസാണ് കടന്നു പോയിട്ടുള്ളത്. സോ വളരെ യങ് പ്ലെയേഴ്സാണ് ടീമിലുള്ളത്. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് കൂടി കോച്ച് പറയുന്നുണ്ട്. എന്നാൽ ഈ കളി ജയിക്കണം, അത് ബാഴ്സയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സെവിയ അത്ര വലിയ രൂപത്തിൽ വെല്ലുവിളി ഉയർത്താനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല. എന്നാൽ പോലും കാലിടറിയാൽ അത് റയലിന് തിരികെ വരാനുള്ളൊരു അവസരമാവും. ലാലിഗയിൽ നിന്ന് മാത്രമല്ല, യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ 2ാം പാദ മത്സരത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡിനെ നേരിടാൻ ഇറങ്ങുമ്പോൾ ഈ കളിയിൽ നെഗറ്റീവ് റിസൾട്ട് ആണെങ്കിൽ അത് ആത്മവിശ്വാസത്തെ ബാധിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.